ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇത് വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വലിയൊരു ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിലെ ഒരു ഭാഗമാണ് കേട്ടോ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? സ്വതന്ത്ര പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ് നോക്കാം. വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു എന്തൊക്കെ? ജനാധിപത്യ ഭരണക്രമവും 2 ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പ്പ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവുമാണ്. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക് എന്നുള്ള പാട്ടിൽ ലക്ഷ്യപ്രമേയം എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രാപിക്കുന്നു. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അടുത്ത പോയിന്റ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറുഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അടുത്ത പോയിന്റ്. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അടുത്ത പോയിന്റാണ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അടുത്ത പോയിന്റ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പോയിന്റാണ് ലക്ഷ്യപ്രമേയത്തിലുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു എന്തൊക്കെ? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അടുത്ത പോയിന്റ്. എന്താണ് ലക്ഷ്യപ്രമേയം എന്ന് നോക്കാം. ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായിട്ട് തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അടുത്ത പോയിന്റ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറുഭാഗങ്ങൾ, മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അടുത്ത പോയിന്റ്. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും.
അടുത്ത പോയിന്റാണ് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അടുത്ത പോയിന്റാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. അടുത്ത പോയിന്റ് നോക്കാം. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാണ് 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്താ അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഭാരതത്തിലെ ജനങ്ങളായ നാം, അപ്പം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണോ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്? അതിൽ ഓപ്ഷൻസ് തന്നിട്ട് ഓരോന്നും മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം തുടങ്ങുന്നത്. ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം. അപ്പോൾ ഈ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ പറയുന്ന സാധനങ്ങൾ, സ്വഭാവങ്ങളാണ്. നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവങ്ങൾ ാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ ഇതിൻ്റെ കോഡ് എല്ലാവർക്കും അറിയാലോ. ഇതിങ്ങനെ ഓർഡറിലുള്ളത് പസോമജറി എന്നാണ് ഇതിൻ്റെ കോഡ്. പസോമജറി പരമാധികാര സ്ഥിതി സമത്വ, അതായത് സോഷ്യലിസ്റ്റ്, പിന്നെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടായിരിക്കും നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവങ്ങളാണ്. നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇത്. അടുത്തത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും. അടുത്ത പോയിന്റാണ് പദവിയിലും അവസര സമത്വത്തിലും പിന്നെന്താണ് അവസര സമത്വത്തിൽ സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ചോദ്യം വന്നിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത പോയിന്റ്, നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഭരണഘടനയിൽ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഏക ഡേറ്റ് ആണത് 1949 നവംബർ 26 അന്നാണ് എന്ത് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിച്ചത്. 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഏക ഡേറ്റ് ആണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അപ്പം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞുള്ള ഏക ഡേറ്റാണ് 1949 നവംബർ 26. അടുത്ത പോയിന്റ് നോക്കാം. ഭരണഘടനയുടെ സവിശേഷതകളാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നമ്മുടെ ഭരണഘടന എത്ര സമയമെടുത്തിട്ടാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എത്ര? 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായിട്ട് തുടരുന്നു.
അപ്പോൾ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഈ പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ ആണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം. നമ്മുടെ ഭരണഘടന സവിശേഷത: ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ് ഇന്ത്യയിൽ ഭരണഘടന രൂപീകരണ നിർമ്മാണ സമിതി ഉണ്ടായത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം. എന്നാണ്? 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ആരുടെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6-നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നമ്മുടെ ഭരണഘടന എന്നാ നിർമ്മിക്കാൻ തുടങ്ങിയത്? 1946 ഡിസംബർ 9 മുതൽ. എത്ര സമയമെടുത്തു? 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അടുത്ത പോയിന്റാണ് 1949 നവംബർ 26-ന് അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ 22 ഭാഗങ്ങളും പിന്നെ 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ച് നിയമമാക്കി മാറ്റിയത്. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണ്? 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത പോയിന്റ് 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായിട്ട് തുടരുന്നു. അപ്പോൾ എന്താണ്? 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. എന്നാണ്? 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പം ഇതിലെ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം. പിന്നെ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. 1949 നവംബർ 26-ന് അംഗീകരിച്ച് നിയമമാക്കി. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26-ന് നിലവിൽ വന്നു. 22 ഭാഗങ്ങളും 395 വകുപ്പുകൾ 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അപ്പം നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ രാജ്യത്തിൻ്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് രാജ്യത്തിൻ്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സവിശേഷതയാണ് പാർലമെൻ്ററി ജനാധിപത്യം. അപ്പം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച്. അപ്പം എന്താണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇന്ത്യക്കുള്ളത്. അതെന്താണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് വെച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്ത സവിശേഷത നോക്കാം. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. അതെന്താണ്? ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന ഇങ്ങനെ ദൃഢവും അയവുള്ളതുമായ ഘടനയാണുള്ളത്. അപ്പോൾ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. അപ്പം നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. എന്തൊക്കെയാണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പു നൽകേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്.
അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് മൗലിക അവകാശം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പു നൽകേണ്ട അടിസ്ഥാന അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. മൗലിക കർത്തവ്യം എന്ന് വെച്ചാൽ എന്താണ്? പൗര രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ചാൽ. അടുത്ത പോയിന്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത പോയിന്റാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ് എന്ത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ, നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് ഉള്ളത്. അതാണ് എന്ത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്താണ്? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അതായത് ലോക്സഭ. പിന്നെ നിയമനിർമ്മാണ സഭയിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അതായത് എന്താണ്? രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ്. അതാണ് എന്ത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. എന്താണ്? ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. അതെന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും മാത്രമായി വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ ഭരണഘടനയുടെ അടുത്ത സവിശേഷതയാണ് എന്ത്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. എന്തൊക്കെയാണ് അതിൽ? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. അപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യക്കുള്ളത്. എന്താണ്? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. അടുത്ത പോയിന്റാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണത്? ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്താണ്? ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് എന്ത്? സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഒന്നുകൂടെ നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം അതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പാർലമെന്ററി ജനാധിപത്യം. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റാണ് ദൃഢവും അയവുള്ളതുമായ ഘടന. എന്താണ്? ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റാണ് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പു നൽകേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ്. എന്നാൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ചാൽ പൗര രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അടുത്ത പോയിന്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്ത പോയിന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുണ്ട്. അതാണ് എന്ത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. അടുത്തതാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ എന്താണ്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പോയിന്റാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതാണ് എന്ത്? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കോടതി സംവിധാനമാണ്. അടുത്ത പോയിന്റ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. അടുത്ത പോയിന്റ് നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണെന്ത്? ഫെഡറലിസം. ഭരണഘടനയുടെ
ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം എന്താണ്? ഫെഡറലിസം എന്നറിയപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഈ ഒരു ചാപ്റ്റർ വലിയ ലോങ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ട് എല്ലാം പാടെ ഒരു ക്ലാസ്സിലിട്ടാലും ഭയങ്കര നീളമായി പോകും. അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിലെടുക്കാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.